നമസ്കാരം. എൻ്റെ വീട്ടിൽ വളരെ നല്ല പുസ്തകങ്ങളുടെ വിശാലമായ ശേഖരം തന്നെയുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ അച്ഛൻ എനിക്ക് വായിക്കാനായി തന്ന പുസ്തകമാണ് മാലി രാമായണം. അപ്പോൾ മാലി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാലി ഒരു ബാലസാഹിത്യകാരനായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വി മാധവൻ നായർ എന്നായിരുന്നെന്നും അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം ഒട്ടനവധി കൃതികൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഉണ്ണികളെ കഥ പറയാം, കഥാസാരിസാഗരം, മാലി ഭാഗവതം, മാലി ഭാരതം ഇവയെല്ലാം അദ്ദേഹം എഴുതിയതാണ്. സിനിമയിലൂടെയും കാർട്ടൂണുകളിലൂടെയും ഞാൻ രാമായണം കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ മുത്തശ്ശി രാമായണം വായിക്കുമ്പോൾ അർത്ഥമറിയാതെ അടുത്തു ചെന്നിരുന്ന് സംശയം ചോദിക്കാറുമുണ്ട്. ആദികവിയായ വാൽമീകിയുടെ രാമായണം സംസ്കൃത ഭാഷയിലായിരുന്നു. മലയാള ഭാഷാ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ അത് അധ്യാത്മ രാമായണം കളിപ്പാട്ടാക്കി. കുട്ടികൾക്ക് പ്രയാസമുള്ള ഈ രാമായണം ഒരു മുത്തശ്ശി കഥ പോലെ രസകരമായി മാലി രാമായണത്തിൽ വിവരിക്കുന്നു. കൈകസി എന്നൊരു രാക്ഷസി, അവൾക്ക് 4 മക്കളും എന്നാണ് മാലി രാമായണം ആരംഭിക്കുന്നത്. വായിക്കും തോറും അടുത്ത താളുകളിലേക്ക് കണ്ണും കയ്യും എത്തിക്കാനുള്ള മാലിയുടെ കഥ പറച്ച് കുട്ടിയായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രാവണന്റെ ലങ്ക കീഴടക്കൽ, ബാലുമള്ള സഖ്യം, ശ്രീരാമ ജനനം, അഹല്യാമോക്ഷം, സീതാ സ്വയംവരം, വനവാസം, ഹനുമാനുമായിട്ടുള്ള സീതാ അപഹരണം, ഹനുമാനുമായിട്ടുള്ള കൂടിക്കാഴ്ച, ലങ്കാ ദഹനം, സേതു ബന്ധനം, രാവണ നിഗ്രഹം, സീതാദേവിയുടെ അഗ്നിപരീക്ഷ, ശ്രീരാമ പട്ടാഭിഷേകം എന്നിങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളെയും മാലി രാമായണം ഒരു മുത്തശ്ശി കഥ പോലെ രസകരമായി നമുക്ക് വിവരിച്ചു തരുന്നു. ഇതിഹാസ കഥകളോട് താല്പര്യവും മലയാള ഭാഷയോട് സ്നേഹവുമുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു നല്ല ബാലസാഹിത്യ കൃതിയാണ് മാലി രാമായണം. ശ്രേഷ്ഠ ഭാഷയായ നമ്മുടെ മലയാളത്തിൻ്റെ മാധുര്യം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് എത്തിക്കാനുള്ള ഇത്തരം കൃതികൾ നമ്മെ സഹായിക്കും എന്നതൊരു സംശയമില്ല. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. മഹാകവി വള്ളത്തോളിൻ്റെ ഈ വരികൾ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ഇതാണ് മാലി രാമായണം. എല്ലാവരും വായിക്കണേ.